കുത്തബ് മീനാർ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ തിരിച്ച് വീണ്ടും കുത്തബ് മീനാറിനടുത്ത് മെട്രോ സ്റ്റേഷൻ വന്നേ. അപ്പം നമുക്ക് ഇവിടെ നിന്നും ലോട്ടസ് ടെമ്പിൾ കാണാൻ പോകണമെങ്കിൽ കൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. അപ്പം ഇവിടുന്ന് നമുക്ക് അത് ട്രെയിൻ ലൈൻ മാറണം. അപ്പം ഞാനത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. കുത്തബ് മീനാർ കണ്ടതിന് ശേഷം തിരിച്ച് കുത്തബ് മീനാർ മെട്രോയിൽ വന്നതിന് ശേഷം ഇതുണ്ടോ, ഇവിടുന്ന് നമ്മൾ നേരെ ഹൗസ് കാസ് എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്, അവിടെ ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ മജന്ത ലൈനിൽ കയറിയിട്ട് കൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ലോട്ടസ് ടെമ്പിളിലോട്ട് പോകാൻ. അപ്പോൾ അതാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്നാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കുത്തബ് മീനാറിൻ്റെ അവിടെയാണ്, യെല്ലോ ലൈനിലാണ്. അത് നമ്മൾ മജന്ത ലൈന് കണക്ട് ചെയ്യുന്ന ഹോസ് കാസ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അവിടെ നിന്ന് നമ്മൾ കയറിയിട്ട് ലോട്ടസ് ടെമ്പിളിൽ പോകുന്നതാണ് നെക്സ്റ്റ്. അപ്പം ഹസ്കാസ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്നാണ് കൽക്കാജി മന്ദിർ വരെ നമുക്ക് പോകേണ്ടത് മജന്ത ലൈനിൽ. അപ്പോൾ അവിടെയാണ് ലോട്ടസ് ടെമ്പിൾ. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കുത്തബ് മീനാറിൽ നിന്ന് നമ്മൾ ഓട്ടോ വല്ലതും വിളിക്കുകയാണെങ്കിൽ 150 രൂപ അവർ വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മെട്രോയിൽ വന്നിറങ്ങിയാൽ നമുക്ക് വൺ ഡേ കാർഡും ഉണ്ടെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യും എന്നുള്ളതാണ്. പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമല്ല, ഈസി ആയിട്ടൊക്കെ എല്ലാ കാര്യം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ മതി. സെക്യൂരിറ്റീസിനോടോ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്നുള്ളതാണ്. നമ്മളെ പുറകെ കാണുന്നതാണ് കൽക്കാജി മന്ദിർ മെട്രോ. അപ്പോൾ അവിടെ നമ്മൾ പുറത്തിറങ്ങി നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ ക്ഷേത്രത്തിലോട്ട് പോകാമേ. മറ്റ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ വേറൊരു ക്ഷേത്രമുണ്ട്, കൽക്കാജി മന്ദിർ. അതാണ് മെട്രോ സ്റ്റേഷൻ്റെ പേരും അത് തന്നെ. അപ്പോൾ അവിടോട്ട് പോകാനുള്ള ആളിനെ കണ്ടോ, ആ നിൽക്കുന്നുണ്ടോ, കൽക്കാജി മന്ദിർ ഡൽഹിയിലാണ്, നെഹ്റു പ്ലേസിനടുത്ത്. അതായത് ഇപ്പം കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് കേട്ടോ. ഇത് വളരെ ഓൾഡായിട്ടുള്ള ഒരു മഹാകാളി ക്ഷേത്രമാണ്. നോക്കിയ ആളുണ്ടോ? ഇതിന് 3000 വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടോ. നോക്ക്, കണ്ടോ? അതായത് സത്യയുഗത്തില് രക്തബീജ എന്ന് പറഞ്ഞ രാക്ഷസനെ വധിക്കുവാൻ വേണ്ടിയിട്ട് കാളിദേവി അവതരിച്ചു എന്നാണ് ഐതിഹ്യം കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം അതാണ്. അതുപോലെ മഹാഭാരതത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ പാണ്ഡവർ ഇവിടെ വന്ന് മഹാകാളി പൂജ നടത്തി എന്നും പറയപ്പെടുന്നു. ഗുരുവായൂരൊന്നും ഒന്നും അല്ലേ. ഇത് കണ്ടോ, തിരക്ക് കണ്ടോ? എൻ്റെ പൊന്നെ, കണ്ടോ കണ്ടോ? അവിടുന്ന് അങ്ങൊന്നും അതുപോലെ ക്യൂ ആട്ടോ. അവിടുന്നും ക്യൂ, ഇവിടുന്നും ക്യൂ. നോക്ക്, ഓ ഇത് കണ്ടോ? അങ്ങ് വരണം. ഈ ക്ഷേത്രത്തിലൊന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്കി, ഓയ്യോ, അപ്പുറത്തെ ഒരു ക്യൂ, അത് പുരാതനമായ കാളീക്ഷേത്രം. ഇപ്പുറത്തെ ക്യൂ കണ്ടോ, ആധുനികമായ ഒരു ക്ഷേത്രം. ആധുനിക ക്ഷേത്രം കാണാൻ ആള് കുറവാണ്, പുരാതന ക്ഷേത്രം കാണാൻ ആള് കൂടുതലാണ്. അതാണ് വിശ്വാസങ്ങൾ തമ്മിലുള്ള ഡിഫറൻ്റ് ആണ്, ഇല്ലേ സ്വർണ്ണം? നമുക്കിവിടെ കയറി വരുമ്പം ചെറിയ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. സെൽഫി സ്റ്റിക്കും ഒക്കെ കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല. പവർ ബാങ്കും മൈക്കും ഹെഡ്ഫോണും ഒക്കെ ഉണ്ട്. മറ്റുള്ളിടത്തെ പോലുള്ള വലിയൊരു പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. ഇതൊന്ന് നോക്കിയേ, കയറി വരുമ്പോഴേ എന്തോ ജനമോ നോക്കിയേ. ഓ, അടിപൊളിയാണ്. ഇവിടുത്തെ ആ ഗാർഡനിങ് ഒക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം ലോട്ടസ് ടെമ്പിൾ അവധിയാണ് കേട്ടോ. അത് വരുന്നവരൊന്ന് ശ്രദ്ധിച്ചോണം. എങ്കിലും അപ്പുറത്തെ അമ്പലത്തിൽ നിൽക്കുന്ന ആളുടെ അത്രയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇത് അമ്പലം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ എല്ലാ ആൾക്കാർക്കും, ഏത് ജാതി മതത്തിലുള്ള ആൾക്കാർക്കും ഇവിടെ വരുന്നതിലും മെഡിറ്റേഷൻ സെൻറ്റർ പോലെയാണ് കേട്ടോ. അല്ല, ഇവിടെ പ്രത്യേകിച്ച് പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആർക്ക് വേണമെങ്കിലും വരാം.
കൊള്ളാം. ഗാർഡനിങ് നല്ല കീടും ആക്കിയിട്ടുണ്ടേ. ഇതുണ്ട്, നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പനയൊക്കെ ആയിട്ട്. ആ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നല്ല രസമുണ്ട് കാണാനേ, അടിപൊളിയെ. ഇവിടെ അടിപൊളി എല്ലാവരുടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അടിപൊളിയാണ്. ഇതുണ്ടോ, ഫോറിനേഴ്സ്, ഇംഗ്ലീഷേഴ്സ് അവരെല്ലാം ഫോട്ടോ എടുക്കുന്നത് കിഡുസായിട്ടാണ്. പൊളിച്ച് കണ്ട. ഓ, ഇവിടൊക്കെ ഉള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിക്കുമ്പോഴേ എന്ത് വൃത്തിയായിട്ടാണ് ഇവരിത് പരിപാലിക്കുന്നതെന്നറിയാം. നന്നായിട്ട്. ഇപ്പോൾ ഒരു വിദേശികളൊക്കെയാന്ന് പറഞ്ഞാലും വന്നിവിടെ കാണുമ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് പ്രവർത്തിച്ചേക്കുന്നത്. നമുക്ക് യാതൊരു തരത്തിലും വിദേശികളൊക്കെ വരുമ്പോഴേ നമുക്ക് സാധാരണ നമ്മുടെ അവിടെയൊക്കെ ഉള്ള ആലപ്പുഴയൊക്കെ വന്ന് കാണുമ്പോൾ നമുക്കൊരു നാണക്കേട് തോന്നും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അല്ലേ തുണക്കം? നല്ല ഹൈ ക്വാളിറ്റിയിലാണ്. ആ, കയറല്ല, ഇതുണ്ട്. നമ്മുടെ അവിടെ ശബരിമലയിലാണ് കയറൊക്കെ കെട്ടി തിരിച്ച് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു, പോകത്തില്ല. ആ ഒരു സംഭവം ഈ ഉത്തർപ്രദേശിനെ, അവിടെ സർക്കാരിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പിന്നെ വൃത്തിയില്ല, അതിപ്പം എന്തോ ചെയ്യാൻ പറ്റും, ഇല്ലേ? ഇപ്പം ആലപ്പുഴ വൃത്തിയില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ തെളിവ് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഒരു നാട്ടിൽ വൃത്തി വേണോ വേണ്ട എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഇനിയും കുറേശ്ശെ മാറി വരണം. എന്നാലും ഈ അടുത്തിടയ്ക്കൊന്നും വൃത്തി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇല്ലയോ? 3-4 ദിവസമായിട്ട് ഇവരുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു കാരണവശാലും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. തുപ്പിത്തൂറ്റിച്ചെല്ലാം കുളമാക്കിയിട്ടേക്കും ഉള്ള വഴികളെല്ലാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇവിടെ നിന്നുള്ള ഓൾ ഓഫ് വ്യൂ. അടിപൊളി വ്യൂ ആണേ, കൊള്ളാം. ഷൂ ഇത് അമ്മേ അത്രേ ഉള്ളൂ. ബഹായി വിശ്വാസം എന്താണെന്നറിയാൻ താല്പര്യമില്ലേ? ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു മതമാണ് ബഹായി. 19-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ സ്ഥാപിക്കപ്പെട്ട ഈ മതത്തിൻ്റെ സ്ഥാപകൻ ബഹാവുള്ള ആണ്. മനുഷ്യരാശിയുടെ ആത്മീയ ഐക്യത്തിന് ഊന്നൽ കൊടുക്കുന്ന അവകാശപ്പെടുന്ന ഈ മതത്തിന് ലോകത്താകമാനം 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയ്ക്ക് അനുയായികളുണ്ട് എന്ന് പറയപ്പെടുന്നു. ബാബ് എന്നറിയപ്പെടുന്ന ഷിറാസിലെ മിർസ അലി മുഹമ്മദ് സ്ഥാപിച്ച ബാബി മതത്തിൽ നിന്നാണ് ബഹായിസത്തിൻ്റെ തുടക്കം. ഷിയ മുസ്ലിമായിരുന്ന മിർസ അലി മുഹമ്മദ് താൻ ബാബാണെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം 18 ശിഷ്യരിലൂടെ തൻ്റെ മതം പ്രചരിപ്പിച്ചു. ഇസ്ലാമിക യാഥാസ്ഥിതികർ അദ്ദേഹത്തെ എതിർക്കുകയും ടെഹ്റാൻ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1850 ബാബ് വധിക്കപ്പെട്ടു. ബാബിൻ്റെ അനുയായിയായ ബഹാവുള്ള തുടർന്ന് പ്രസ്ഥാനത്തെ നയിച്ചു. ഷിയ മുസ്ലിമായിരുന്ന ബഹാവുള്ളയുടെ യഥാർത്ഥ പേര് മിർസ ഹുസൈൻ അലി നൂറി എന്നായിരുന്നു. ബാഗ്ദാദിലും കുർദിസ്ഥാനിലും ഇസ്താംബൂളിലും ബഹാവുള്ളയ്ക്ക് പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നു. ദൈവം അയക്കുമെന്ന് ഇമാം മഹ്ദി താൻ തന്നെയാണെന്ന് ഇസ്താംബൂളിൽ വെച്ച് ഇദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് ബാവ് മതത്തിൽ പിളർപ്പുണ്ടാക്കി. ബഹാവുള്ളയെ പിന്തുടർന്ന വലിയൊരു വിഭാഗം ബഹായ് മതസ്ഥരായി. ബഹാവുള്ളയ്ക്ക് ശേഷം മകൻ അബ്ദുൾ ബഹായായിരുന്നു ഈ സമൂഹത്തെ നയിച്ചത്. എല്ലാ മതങ്ങളിലും വേദഗ്രന്ഥങ്ങളെയും ഇവർ ആരാധിക്കുന്നുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, പൊടിയൊന്നുമില്ലേ, മണ്ണ ഒന്നുമില്ല, എല്ലാം വളരെ ക്ലീൻ ആൻഡ് നീറ്റായി ഇട്ടേക്കുക. ചെരുപ്പിടാൻ നടക്കുമ്പോഴേ നമ്മുടെ വീട്ടിലെയൊക്കെ പോലെ തന്നെ റൂമിൽ നടക്കുന്ന ഒരു എഫക്റ്റാണ് ഇതുവരെ നടക്കുമ്പോൾ. മണലും പൊടി ഒന്നുമില്ലാതെ വൃത്തിയാക്കിയിട്ടേക്കാണ്. ഇതുണ്ടോ, വെള്ള മാർബിളിലാണ് ചെയ്തു വെച്ചേക്കുന്നത്, അടിപൊളി. ഇതുണ്ടോ, വാ, നല്ല തണുത്ത കാറ്റും നല്ല മാർബിളെ. വെയിലടിക്കുന്നത് നല്ല തണുപ്പാണ്.
ക്യാമറ പറ്റത്തില്ല, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളേ. ലോട്ടസ് ടെമ്പിളിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് കേട്ടോ. ഒരു ക്രിസ്ത്യൻ ചർച്ചിലൊക്കെ നമ്മൾ ചെല്ലുമ്പം എങ്ങനെയാണോ അതേ ഒരു സെറ്റപ്പിലൊക്കെയാണ്. നമ്മുടെ ക്യാമറ എടുക്കുന്നത് കണ്ടാൽ അവരത് വാങ്ങി ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. നമ്മളെ അകത്ത് കയറി കഴിഞ്ഞാലേ ഒരു 10-15 മിനിറ്റ് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. സർവ്വമത പ്രാർത്ഥന, എല്ലാ മതങ്ങളെയും അംഗീകരിക്കുക, അവർക്ക് വേദനയൊന്നുമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും അകത്ത് കയറി നമ്മൾ കുറച്ചു നേരം ഇതുണ്ടോ കാണാനാകും. കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സുഖം, മെഡിറ്റേഷൻ പോലെ ഉണ്ട്. എന്തായാലും കൊള്ളാം. നല്ല ഹൈറ്റിൽ നല്ലൊരു കൺസ്ട്രക്ഷനാണ് ചെയ്തു വെച്ചത്. പിന്നെ ഇവിടെ വരുന്നതിന് എൻട്രി ഫീസ് ഒന്നും വാങ്ങിക്കുന്നില്ല, സേവനം പോലെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം, പൊളി. അതാണ് ലോട്ടസ് ടെമ്പിൾ. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും അടുത്ത ഡെസ്റ്റിനേഷനാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.